നമസ്കാരം. കേരളത്തിൽ NH-66 പണികൾ പറഞ്ഞ സമയത്തൊന്നും തീരില്ല എന്നുള്ളതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരെ വന്നു കഴിഞ്ഞു. കേരളത്തിൽ മണ്ണ് എന്ന് പറയുന്നത് ഒരു അമൂല്യ നിധിയായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. മണ്ണെടുക്കുന്നതിൻ്റെ നിയന്ത്രണങ്ങൾ തന്നെയാണ് നാഷണൽ ഹൈവേയുടെ പണികളെയും സാരമായി ബാധിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക് കടക്കാം. മണ്ണ് ഖനനം ചെയ്തെടുക്കുന്ന സംബന്ധിച്ച് സുപ്രീം കോടതിയും ഹൈക്കോടതിയും വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൽ സുപ്രീം കോടതിയുടെ ഒരു നിർണായക ഉത്തരവനുസരിച്ച് 2020 മാർച്ചിനും 2024 മാർച്ചിനും ഇടയിൽ സാങ്ഷൻ ചെയ്ത പ്രോജക്റ്റുകളുടെ ആവശ്യത്തിനായി മണ്ണെടുക്കുമ്പോൾ ചില ഇളവുകൾ നൽകേണ്ടതാകുന്നു. എന്നാൽ ജിയോളജി വകുപ്പ് ഇവിടെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2024 മാർച്ചിന് ശേഷം മണ്ണ് ഖനനം ഏതാണ്ട് 50-60% വരെ കുറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഒരു ആഘാതം കേരളത്തിലെ NH-66 പണികളിലും വ്യക്തമായി കാണാം. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ പലയിടത്തും അണ്ടർപാസിന്റെയും ഫ്ലൈ ഓവറിന്റെയും ഒക്കെ പണികൾ സ്തംഭനാവസ്ഥയിലാണ്. പല സ്ഥലങ്ങളിലും 1 കിലോമീറ്ററിനുള്ളിൽ തന്നെ 2-3 അണ്ടർപാസുകളൊക്കെയാണ് വരുന്നത്. ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ 2026 പോലും റോഡ് പണികൾ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വാദം. കേരളത്തിൽ കഴക്കൂട്ടം മുതൽ കാസർഗോഡ് വരെ റോഡ് പണിക്കായി ഏകദേശം 2.25 കോടി ക്യൂബിക് മീറ്റർ മണ്ണാണ് ആവശ്യമായി വരിക. ഇതിൽ വടക്കൻ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ളതിൻ്റെ 70% മണ്ണും സംഭരിച്ചു കഴിഞ്ഞു. എന്നാൽ തെക്കൻ ജില്ലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ളതിൻ്റെ 40% മണ്ണ് മാത്രമാണ് ഇതുവരെയായിട്ടും ലഭ്യമായി കഴിഞ്ഞത്. റോഡ് പണിയുടെ കാര്യത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ്. ഇവിടെ ആറ്റിങ്ങൽ ബൈപ്പാസിന്റെ കാര്യം മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ 25% പണികൾ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഓരോ വർഷം കഴിയുന്തോറും നിർമ്മാണ ചെലവും വർദ്ധിക്കുകയാണ്. ഉദാഹരണമായി മണ്ണിന്റെ റോയൽറ്റി നിരക്കിൽ വന്ന വ്യത്യാസം തന്നെ നോക്കാം. ഇത് പണി തുടങ്ങിയ സമയത്ത് ടണ്ണിന് 20 രൂപയായിരുന്നു. എന്നാൽ ഇപ്പോൾ 40 രൂപ ആയിട്ടുണ്ട്. എരുതിയിൽ എണ്ണ ഒഴിക്കും പോലെയായിരുന്നു വയനാട് ദുരന്തവും. ഇതിനുശേഷം ജിയോളജി വകുപ്പ് മണ്ണെടുക്കുന്നതിന് കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കർണാടകയിലെ ഷിരൂരിലുണ്ടായ ഉരുൾപൊട്ടലിന് ശേഷം കേരളത്തിൽ കുന്നിടിച്ച് നാഷണൽ ഹൈവേ 66 പണിയുന്നതിൻ്റെ ശാസ്ത്രീയത പഠിക്കാനായി ഹൈക്കോടതി അമിക്കസ് ക്യൂറിയും അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ പ്രദേശവാസികൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. നിലവിൽ പണി നടക്കുന്ന NH-66 അവസ്ഥ ഇതാണെങ്കിൽ കേരളത്തിൽ ഇനി വരാൻ പോകുന്ന പദ്ധതികളുടെ അവസ്ഥ എന്തായിരിക്കും? കൊച്ചിയിൽ വരാൻ പോകുന്ന പുതിയ ബൈപ്പാസും തിരുവനന്തപുരം അങ്കമാലി ഗ്രീൻഫീൽഡ് ഹൈവേയും തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഔട്ടർ റിംഗ് റോഡും മലയോര ഹൈവേയും തീരദേശ ഹൈവേയും എല്ലാം കൂടി അനവധി പദ്ധതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതൊക്കെ പണിയാനായി എവിടെ നിന്ന് മണ്ണ് ലഭിക്കും എന്നതാണ് ചോദ്യം. ഈ പദ്ധതികളൊക്കെ യാഥാർത്ഥ്യമായി കാണാൻ വേണ്ടി നമുക്കും അടുത്ത തലമുറയ്ക്കും കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.